ഇപ്പോൾ ലഭ്യമായ രൂപത്തിൽ പറഞ്ഞു. അതിൻ്റെ ഉദാഹരണങ്ങളും പറഞ്ഞു. അതോടെ ശബ്ദപ്രമാണം കഴിഞ്ഞു. ശബ്ദം നാലാമത്തേതായിട്ട് പറഞ്ഞ പ്രമാണമാണ്. 4 പ്രമാണങ്ങൾ പറഞ്ഞതോടുകൂടി പ്രമാണം എന്ന ഒന്നാമത്തെ പദാർത്ഥം കഴിഞ്ഞു. രണ്ടാമത്തെ പദാർത്ഥം പ്രമേയമാണ്. പ്രമാണം കൊണ്ട് എന്തിനെയാണോ അറിയേണ്ടത് അത് പ്രമേയം. പ്രമേയത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ് കപടശാസ്ത്രങ്ങൾക്ക് ഇളകിയാട്ടത്തിനുള്ള അവസരം. പ്രമാണങ്ങളിൽ അങ്ങനെ സാധിക്കില്ല. കഷ്ടിച്ചെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ശബ്ദപ്രമാണത്തിൽ മാത്രമാണ് എന്ന് നേരത്തെ പറഞ്ഞു. ശബ്ദപ്രമാണത്തിൽ കഴിയുന്ന രാക്ഷസീകരണം എങ്ങനെയാണ് നടത്തിയത് എന്നും പറഞ്ഞു. ഇനി ആ രാക്ഷസീകരണം നടത്തിയിരിക്കുന്നത് പ്രമേയ പ്രകരണത്തിലാണ്. 1-ാം അധ്യായം 1-ാം ആന്യകത്തില് 9 മുതൽ 22 കൂടിയുള്ള 14 സൂത്രങ്ങളിലാണ് ഈ പ്രമേയം പ്രതിപാദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രമേയം ആത്മാവാണ്. ആത്മ, ശരീര, ഇന്ദ്രിയ, അർത്ഥ, ബുദ്ധി, മന, പ്രവൃത്തി, ദോഷ, പ്രേത്യഭാവ, ഫല, ദുഃഖ, അപവർഗാസ്തു പ്രമേയം. ഇതാണ് പ്രമേയത്തിൻ്റെ സൂത്രം. ആത്മാവ്, ശരീരം, ഇന്ദ്രിയം, വിഷയം, ബുദ്ധി, മനസ്സ്, പ്രവൃത്തി, ദോഷം, പ്രേത്യഭാവം, ഫലം, ദുഃഖം, അപവർഗം ഇവയാണ് പ്രമേയങ്ങൾ. ഒന്നാമത്തെ പ്രമേയമായ ആത്മാവ്. ആത്മാവ് എല്ലാറ്റിൻ്റെയും ദ്രഷ്ടാവും ജ്ഞാതാവും ഭോക്താവുമാണ്. അന്തര്യാമിയായ ബോധമാണ് ആത്മാവ് എന്ന ഉപനിഷത്ത് കൊണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉപനിഷത്തിൽ ആത്മാവ് അപരോക്ഷമാണ് എന്ന അഭിപ്രായമാണ് കാണുന്നത്. പരോക്ഷമല്ല, പ്രത്യക്ഷം ആണ്. ഞാൻ എന്ന അനുഭവമാണ് വാസ്തവത്തിൽ ആത്മാവിന് പ്രമാണം. ഈ ഞാനെന്ന് അനുഭവപ്പെടുന്ന ബോധം, ഇതാണ് ആത്മാവ്, ഇതാണ് അന്തര്യാമിയായ ബോധം. പക്ഷെ ഇവിടെ ആ അഭിപ്രായം അംഗീകരിക്കുന്നില്ല. ഞാനെന്ന അനുഭവം കൊണ്ട് സാക്ഷാത്തായി അപരോക്ഷമായി അറിയുന്നതാണ് ആത്മാവ് എന്ന പക്ഷം ഈ ന്യായശാസ്ത്രത്തിൽ ഇപ്പോഴുള്ള പ്രമേയ പ്രകരണത്തിൽ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ആത്മാവ് ജീവനെന്നും ഈശ്വരനെന്നും 2 വിധമുണ്ടെന്ന് പറയുന്നു. ജീവൻ എന്ന് അന്തര്യാമിയായ ബോധത്തെ പറയാം എന്ന് വയ്ക്കുക. അതുകൂടാതെ ഈശ്വരനെന്ന് വേറെ ഒരു ജാതിയായ ആത്മാവ്, അതിനെ എവിടെ കാണിക്കും? ഉപനിഷത്ത് കൊണ്ട് കിട്ടുന്നത് ഈശ്വരൻ ഇല്ല എന്നാണ്. ഏറ്റവും പ്രഖരമായ, ഏറ്റവും ശാസ്ത്രീയമായ, യുക്തിയുക്തമായ
യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്ന നിരീശ്വരവാദം കാണുന്നത് ഉപനിഷത്തിലാണ്. അത് ജഗത്തിന്റെ ഉത്പത്തി വികാസങ്ങൾ പറയുന്ന പ്രകരണത്തിൽ, സപ്തമസി പ്രകരണത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണമായ സത്ത് സങ്കൽപ്പിച്ച് ഉത്ക്രമിച്ച് അവയവരചന ചെയ്ത് എല്ലാം ആയി തീർന്നു എന്നാണ് ഭാഷ്യം വെളിവാക്കുന്നത്. സങ്കൽപ്പിച്ച് അവയവരചന ചെയ്ത് എല്ലാമായി തീർന്നു. എല്ലാം എന്ന് പറഞ്ഞാൽ ജഗത്തിലുള്ളതെല്ലാം. എന്തെല്ലാമാണോ ജഗത്ത് എന്ന് നമ്മൾ പറയുന്നു അതെല്ലാം ഈ സത്ത് ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണമായ ആദിബോധം സങ്കല്പിച്ച് ഉത്ക്രമിച്ച ആ രൂപത്തിലായി തീർന്നതാണ്. ഇവിടെയുള്ള കാരണം കാര്യമായി തീരുന്നു. ഉപാദാന കാരണം കാര്യമായി തീരുന്നു. അങ്ങനെ കാര്യമായി തീരാൻ അത് വേറെ കാരണത്തെ അപേക്ഷിക്കുന്നില്ല. എല്ലാ ഉപാദാനങ്ങളും വേറെ കാരണത്തെ അപേക്ഷിക്കാതെ കാര്യമായി തീരാൻ ശക്തിയുള്ളതല്ല. മണ്ണ് കുടമാകുന്നു. മണ്ണിന് തനിയെ കുടമാകാൻ കഴിയില്ല. മണ്ണ് കുടമാകണമെങ്കിൽ അതിനെ കുടമാക്കി മാറ്റുന്ന കുംഭകാരന്റെ ഇടപെടൽ ആവശ്യമാണ്. കുംഭകാരനും വെറുതെ കൈകൊണ്ട് കുടമുണ്ടാക്കാൻ സാധിക്കില്ല. അയാൾക്ക് ചില ഉപകരണങ്ങളുണ്ട്. ദണ്ഡചക്രാദി ഉപകരണങ്ങളുണ്ട്. ഈ കുംഭകാരൻ ദണ്ഡചക്രം മുതലായ എല്ലാം കുടമുണ്ടാകുന്നതിന് കാരണമാണ് എന്ന് പ്രകടം. ഇതിൽ വെച്ച് മണ്ണ എന്ന ഒരു കാരണം കുടമായി തീരുന്നു. മണ്ണ് തന്നെയാണ് കുടം. മണ്ണിലെ സത്ത, കുടത്തിലെ സത്ത മണ്ണാണ്. അപ്പൊ മണ്ണ് കുടമായി തീരുന്നു. ഇങ്ങനെ കാര്യമായി തീരുന്ന കാരണം ഉപാദാന കാരണം. കാര്യമായി പരിണമിക്കാതെ ഉപാദാനത്തിന് കാരണമായി പരിണമിക്കാൻ ഉപകാരം മാത്രം ചെയ്യുന്ന കാരണങ്ങളെ നിമിത്ത കാരണങ്ങൾ എന്ന് വിളിക്കും. ഉപകാരനും ദണ്ഡചക്രങ്ങളൊക്കെ നിമിത്ത കാരണങ്ങളാണ്. അപ്പൊ മണ്ണ് കുടമാകുന്നിടത്ത് ഉപാദാന കാരണം എന്ന ഒരു കാരണം, നിമിത്ത കാരണങ്ങൾ അവയിൽ നിന്ന് ഭിന്നമായിട്ട് വേറെ ഉണ്ട്. ഇങ്ങനെ നിമിത്തം ഉപാദാനം എന്ന രണ്ടു വക കാരണങ്ങൾ കൂടിയാണ് കാരണത്തെ കാര്യമാക്കി മാറ്റുന്നത്. എന്നാൽ ജഗത്തിന്റെ കാരണം ജഗത്ത് എന്ന കാര്യമാകുന്നത് ഇങ്ങനെയല്ല എന്ന് ഉപനിഷത്ത് വാചാ പറയുന്നു. ഇവിടെ നിമിത്ത കാരണം വേറെ ഇല്ല. ഉപാദാനത്തിൽ നിന്ന് ഭിന്നമായി നിമിത്ത കാരണം എന്നത് ഇല്ല. ഉപാദാന കാരണം തന്നെയാണ് നിമിത്ത കാരണം. അതിന് കാര്യമായി പരിണമിക്കാൻ വേറെ ഒന്നിൻ്റെയും സഹായം ആവശ്യമില്ല. അതുകൊണ്ട് അതിനെ അഭിന്ന നിമിത്തോപാദാന കാരണം എന്ന് വിളിക്കും. അഭിന്ന നിമിത്തോപാദാന കാരണം. സത്ത് ജഗത്തിന്റെ അഭിന്ന നിമിത്തോപാദാന കാരണമാണ്. അത് സ്വയം ക്രമിച്ച് എല്ലാം ആയിത്തീരുന്നു. അതെന്തായി തീർന്നു അത് മാത്രമേ ജഗത്തിലുള്ളൂ. അത് ആയി തീർന്നതല്ലാത്ത ഒന്നും ജഗത്തിലില്ല, ഇനി ഉണ്ടാവുകയുമില്ല.
ഇതുവരെ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം സത്ത് ആ രൂപത്തിലായി തീർന്നതാണ്. ഇനി ഭാവിയിൽ എന്തെല്ലാം ഉണ്ടാകുമോ അതെല്ലാം സത്ത് ആ രൂപത്തിലായി തീരാൻ പോകുന്നതാണ്. ഇതാണ് അഭിന്ന നിമിത്തോപാദാന കാരണത്തിന്റെ വിശേഷം. ഈ അഭിന്ന നിമിത്തോപാദാന കാരണം എന്ന് സമർത്ഥിച്ചതുകൊണ്ട് ഈ ജഗത്ത് ഉത്ക്രാന്തിയാണ്, എവല്യൂഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഉപനിഷത്ത് എടുക്കുമ്പോൾ തത്വമസി പ്രകരണത്തിന്റെ സിദ്ധാന്തം ആയിട്ട് വിശ്വോത്ക്രാന്തി സിദ്ധാന്തം, തിയറി ഓഫ് യൂണിവേഴ്സൽ എവല്യൂഷൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഉത്ക്രാന്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിയല്ല എന്ന് സിദ്ധിച്ചല്ലോ. സൃഷ്ടിയാണെങ്കിൽ ഉത്ക്രാന്തിയല്ല, ഉത്ക്രാന്തിയാണെങ്കിൽ സൃഷ്ടിയുമല്ല. സൃഷ്ടിയിൽ നിമിത്തോപാദാന കാരണങ്ങൾ വെവ്വേറെ ആയിട്ടുണ്ടാകും. എല്ലാ സൃഷ്ടികളിലും അങ്ങനെയാണ്. കുംഭകാരൻ കുടത്തെ സൃഷ്ടിക്കുന്നു, അതുപോലെ ഭിന്നങ്ങളായ നിമിത്തോപാദാന കാരണങ്ങൾ എല്ലാ സൃഷ്ടികളിലും ഉണ്ട്. ജഗത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഇല്ല. അവിടെ കാര്യം ഉത്ക്രമിച്ച്, കാരണം ഉത്ക്രമിച്ച് കാര്യമായി തീരുകയാണ് ചെയ്യുന്നത്. സൃഷ്ടിയില്ല. സൃഷ്ടിയില്ലാത്തത് കൊണ്ട് സ്രഷ്ടാവും ഇല്ല. ഇപ്പൊ സ്രഷ്ടാവായിട്ട് കപട്ട ശാസ്ത്രങ്ങൾ കൊണ്ട് നടക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഈശ്വരൻ ഇല്ല എന്നാണ് ഉപനിഷത്തിന്റെ സിദ്ധാന്തം. സൃഷ്ടിയില്ല, സ്രഷ്ടാവും ഇല്ല. സത്ത് എന്ന ജഗത് കാരണം വേറെ ഒന്നിൻ്റെയും ഒരു സഹായവും ഇല്ലാതെ സ്വന്തം സങ്കല്പം കൊണ്ട് മാത്രം ഉത്ക്രാന്തി ആരംഭിച്ച് ക്രാന്തികൾ കൂടി അവയവരചന ചെയ്ത് ഭിന്ന ഭിന്ന അവയവങ്ങളോട് കൂടിയ ഭിന്ന ഭിന്ന അവയവികളായി തീരുന്നു. ആയി തീരലാണ്, ഉണ്ടാക്കുന്ന ആളില്ല അവിടെ. അങ്ങനെ ഉണ്ടാക്കുന്ന ആളില്ല എങ്കിൽ പിന്നെ ഇതിന് പരിപാലിക്കുന്ന ആളുണ്ടോ? ജഗത്തിന് പാലകനായിട്ടൊരു ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ പാലകനായിട്ടും ഈശ്വരൻ ഇല്ല. ഈ ജഗത്തിനെ ആരും പാലിക്കുന്നതായിട്ട് ഉപനിഷത്തിൽ പറയുന്നില്ല. ഈ സത്ത് സങ്കല്പിച്ച് ആയിത്തീരുന്ന ഓരോ പദാർത്ഥത്തിലും അന്തര്യാമിയായിട്ട് ബോധം ഉണ്ട്. ഓരോ പദാർത്ഥത്തെയും അകത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നത് അതിൻ്റെ അന്തര്യാമിയായ ബോധമാണ്. അന്തര്യാമിയായ ബോധത്തിന്റെ നിയന്ത്രണത്തിലാണ് ഓരോ പദാർത്ഥവും. അന്തര്യാമി ഓരോ പദാർത്ഥത്തിനും വേറെ വേറെ ഉള്ളതാണ്. ഓരോന്നിൻ്റെയും അന്തര്യാമിയാണ്, അതിൻ്റെ അകത്ത് വ്യാപിച്ചിരിക്കുന്നതാണ്. അല്ലാതെ എല്ലാത്തിനും കൂടി പൊതുവിലൊരു അന്തര്യാമി ഇരിക്കുകയല്ല. എന്നാൽ എല്ലാ അന്തര്യാമിയും ബോധം തന്നെയാണ്, ബോധമല്ലാത്തതൊന്നുമില്ല. ആ നിലയ്ക്ക് അവിടെ ഒരു ഏകത്വമുണ്ട്. ബോധമാണ് എല്ലാറ്റിൻ്റെയും അന്തര്യാമി. അതിനെയാണ് ആത്മാവ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവ് എല്ലാവർക്കും സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് ഞാൻ എന്ന് എപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് ഞാൻ ഞാൻ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ആത്മാവ്. ഇത്രയും കാര്യങ്ങൾ ഉപനിഷത്ത് വളരെ ഉറപ്പായിട്ട്
പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് വിപരീതമായിട്ടാണ് ഇവിടെ ഈ പ്രമേയ പ്രകരണത്തിൽ ആത്മാവിനെ അവതരിപ്പിക്കുന്നത്. അത് ജ്ഞാതാവാണ്, കർത്താവാണ്, ഭോക്താവാണ് എന്ന വാദങ്ങളെല്ലാം അംഗീകരിക്കാം. ഇത് ഉപനിഷത്തിന് സമ്മതമാണ്, പക്ഷെ വേദാന്തത്തിന് സമ്മതമല്ല. വേദാന്തം ആത്മാവിനെ കർത്താവല്ല എന്ന് സിദ്ധാന്തിക്കുന്നു, ഭോക്താവല്ല എന്ന് സിദ്ധാന്തിക്കുന്നു, ജ്ഞാതാവല്ല എന്നും സിദ്ധാന്തിക്കുന്നു. ഇതൊന്നുമല്ലാത്തതാണ് വേദാന്തത്തിലെ ആത്മാവ്. കർത്താവോ ഭോക്താവോ ജ്ഞാതാവോ അല്ല. വേദാന്തത്തിലെ ഏറ്റവും പ്രബലമായ സമ്പ്രദായം ശാങ്കര സമ്പ്രദായമാണ്. അത് പുറകോട്ടേക്ക് നീട്ടിയാൽ ഗോവിന്ദപാദര്, ഗൗഡപാദര് ഇങ്ങനെ പോകുന്നു. അവിടെ നമ്മൾ കാണുന്നത് ആ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ രണ്ടെണ്ണമാണ് എന്ന് പറയുന്നു. ഒന്ന്, ആത്മാവിന്റെ അപ്രമാതൃത്വം. ആത്മാവ് പ്രമാതാവല്ല, ആത്മാവ് അറിയുന്നവൻ അല്ല. രണ്ട്, ശാസ്ത്രത്തിന്റെ അന്ത്യപ്രമാണത്വം. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ശബ്ദപ്രമാണമാണ്. അതിൻ്റെ അന്ത്യപ്രമാണത്വം, അതാണ് അവസാനത്തെ പ്രമാണം. അതിന് മേലെ പ്രമാണം ഇല്ല എന്നർത്ഥമോ. അവിടെ അന്ത്യപ്രമാണം എന്നതിന് പരമപ്രമാണം എന്നാണ് താല്പര്യം. അപ്പൊ ശാസ്ത്രത്തിലെ വാക്യങ്ങൾ, അതാണ് ശബ്ദപ്രമാണങ്ങൾ, അവ അന്തിമ പ്രമാണമാണ്. അതായത് പരമപ്രമാണമാണ്, ശബ്ദമാണ് പരമപ്രമാണം. ഇതാണ് രണ്ടാമത്തെ വാദം. ഈ രണ്ട് വാദങ്ങളും പരിശോധിക്കുമ്പോൾ വേദാന്തം കപട ശാസ്ത്രമാണ്. അത് യുക്തിയുടെയും ബുദ്ധിയുടെയും ഇതുവരെ ആർജിച്ചിട്ടുള്ള വിജ്ഞാനത്തിൻ്റെയും എല്ലാം പ്രകടമായ നിഷേധമാണ് എന്ന് കാണാം. അതിൽ നിന്ന് ഭിന്നമായിട്ടിവിടെ ആത്മാവിനെ കർത്താവും ജ്ഞാതാവും ഭോക്താവുമായിട്ട് അംഗീകരിച്ചു. പക്ഷെ അങ്ങനെ അംഗീകരിച്ചത് കൊണ്ടും മാത്രം കാര്യമായില്ല. ഭാഷ്യത്തിൽ ആത്മാവ് പ്രത്യക്ഷം കൊണ്ട് അറിയാൻ കഴിയാത്തതാണ് എന്ന് പറയുന്നു. പ്രത്യക്ഷ പ്രമാണം കൊണ്ട് അറിയാൻ കഴിയാത്തതാണ് ആത്മാവ് എന്ന് പറയുന്നു. പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? ആപ്തോപദേശം കൊണ്ട് അറിയാം, അതായത് ശബ്ദപ്രമാണം കൊണ്ട് അറിയാം. പിന്നെയോ, പിന്നെ അനുമാനം കൊണ്ടും അറിയാം. ആപ്തോപദേശം കൊണ്ടും അനുമാനം കൊണ്ടും മാത്രം അറിയാൻ കഴിയുന്ന പ്രത്യക്ഷ വേദ്യം അല്ലാത്ത ഒന്നാണ് ആത്മാവ് എന്നാണ് ഇപ്പോൾ നമുക്ക് ന്യായശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായം. ഈ അഭിപ്രായം തീർച്ചയായിട്ടും ന്യായശാസ്ത്രത്തിന്റെ അല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാവും. പക്ഷെ ദൈന്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ശാസ്ത്രങ്ങൾ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമൊക്കെ ഈ സാമാന്യ ബുദ്ധിയെ അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശാസ്ത്രങ്ങളിൽ പ്രയോഗിക്കുന്നില്ല എന്നതാണ്. അതിനെ ഉറക്കിക്കിടത്തിയിരിക്കുക. സാമാന്യ ബുദ്ധിയെയും യുക്തിയെയും ഉറക്കിക്കിടത്തിയിട്ടാണ്
ഈ ശാസ്ത്രങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കപടശാസ്ത്രങ്ങൾ പെരുകി അത് വേര് പിടിച്ച് വളർന്ന വലിയ കാടായിട്ട് കപടശാസ്ത്രങ്ങളുടെ ഘോര വനം നാട്ടിൽ ഉണ്ടായത്. അത് സശാസ്ത്രത്തെ പശുവാലംബനം ചെയ്തതും ഈ കാരണം കൊണ്ടാണ്. ഇതിൽ നിന്ന് മുക്തി കിട്ടണം. യുക്തിയും ബുദ്ധിയും നമ്മൾ പഠിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളിലും പ്രയോഗിക്കണം. എവിടെ ആ ശാസ്ത്രത്തിൽ സശാസ്ത്രം എത്രയുണ്ട്, കപടശാസ്ത്രം എത്രയുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അതിൽ എത്രയാണ് ശാസ്ത്രം, എത്രയാണ് മായമെന്ന് വേർതിരിച്ച് അറിയാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി ശുദ്ധി ചെയ്ത് എടുക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് ശാസ്ത്രങ്ങളെല്ലാം കിടക്കുന്നത്. അനുമാനം കൊണ്ട് ആത്മാവിനെ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അറിയാമെങ്കിൽ എന്താണ് അതിനുള്ള ഹേതു? ആത്മാവ് എന്ന സാധ്യത്തിന്റെ ഹേതു എന്താണ് എന്ന് അടുത്ത സൂത്രം കൊണ്ട് പറയുന്നു. ഇച്ഛാദ്വേഷ പ്രയത്ന സുഖ ദുഃഖ ജ്ഞാനാനി ആത്മനോ ലിംഗം. ആത്മനഃ ലിംഗം, ആത്മാവിന്റെ ലിംഗം. ലിംഗം എന്നാൽ ഹേതു. ശാസ്ത്രം എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ലിംഗം എന്നത് ഹേതു. അപ്പൊ ആത്മാവിനെ അറിയാനുള്ള ഹേതു എന്താണ്? ഇച്ഛ, ദ്വേഷം, പ്രയത്നം, സുഖം, ദുഃഖം, ജ്ഞാനം. ഇവയാണ് ആത്മാവിനെ അറിയാനുള്ള ഹേതുക്കൾ. ഇച്ഛ സുഖവിഷയങ്ങൾ നേടാനുള്ള അഭിലാഷമാണ് ഇച്ഛ. അതിന് വിപരീതമായി ദുഃഖവിഷയത്തെ നീക്കിക്കളയാനുള്ള ആഗ്രഹമാണ് ദ്വേഷം. പ്രയത്നം എന്ന് പറയുന്നത് ഇവ രണ്ടിനും വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. സുഖവിഷയങ്ങളെ നേടാനും ദുഃഖവിഷയങ്ങളെ അകറ്റാനും വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ പ്രയത്നം എന്ന് പറഞ്ഞത്. സുഖം എന്നത് അനുകൂല അനുഭവം, ദുഃഖം പ്രതികൂല അനുഭവം. ജ്ഞാനം എന്നാൽ ലക്ഷണങ്ങളെ കൊണ്ടും പ്രമാണങ്ങളെ കൊണ്ടും വിഷയങ്ങളെ അറിയുക എന്നത് ജ്ഞാനം. ഇവയെല്ലാം നാനാവിഷയങ്ങളെ അറിഞ്ഞ് ഓർത്തു വെച്ച് ചെയ്യുന്ന ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇന്ദ്രിയം പോലെ ഒരു പണി മാത്രം അറിയുന്ന ആളുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാം അറിയുന്നു, എല്ലാം ഓർത്തു വയ്ക്കുന്നു, എല്ലാറ്റിനെയും പരീക്ഷിക്കുന്നു, എല്ലാറ്റിനെയും വേണ്ടിടത്ത് വേണ്ട പോലെ പ്രയോഗിക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവൃത്തികൾ നടക്കുകയുള്ളൂ. അങ്ങനെ നാനാ വിഷയങ്ങളെ അറിഞ്ഞ് ഓർത്തു വെച്ച് ചെയ്യുന്ന ആൾ, ആ ആളായിട്ടാണ് ആത്മാവിനെ കൽപ്പിക്കുന്നത്. ആത്മാവ് ബോധമായതുകൊണ്ട് ആ കൽപ്പനയ്ക്ക് ദോഷം പറയാൻ പറ്റില്ല. ബോധമാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ആ ബോധം ലക്ഷം കൊണ്ട് അറിയാൻ കഴിയാത്തതാണ് എന്ന് പറഞ്ഞെടുത്താണ് അപകടമായി. ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ടിരിക്കുന്ന സ്വബോധം, താൻ്റെ ബോധം അല്ലെങ്കിൽ താൻ എന്ന ബോധം ആണ് എന്ന് പറഞ്ഞെങ്കിൽ അത് ശരിയായാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല.
ബാക്കി ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരാത്മാവിനെ കൽപ്പിച്ചു. ഇങ്ങനെ ആത്മാവ് എന്ന ഒന്നാമത്തെ പ്രമേയം. രണ്ടാമത്തേത് ശരീരമാണ്. ശരീരത്തെ പറയുന്നു ചേഷ്ട ഇന്ദ്രിയ അർത്ഥ ആശ്രയ ശരീരം. ചേഷ്ട, ചേഷ്ട എന്നാൽ പ്രവൃത്തി. ഇന്ദ്രിയം, കണ്ണ് മൂക്ക് മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങള്, അതുപോലെ കയ്യ കാലം മുതലായിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങൾ. അർത്ഥം, അർത്ഥം എന്നാൽ ഇന്ദ്രിയത്തിന്റെ വിഷയം. ഇന്ദ്രിയ വിഷയത്തെയാണ് അർത്ഥം എന്ന് പറയുന്നത്. എങ്ങനെ പ്രവൃത്തി, ഇന്ദ്രിയം, ഇന്ദ്രിയ വിഷയം. ഇവയ്ക്ക് ആശ്രയമായത് ശരീരം. സകല സംസാര ദുഃഖങ്ങളും ആത്മാവിന് ഉണ്ടാകുന്നത് ഈ ശരീരത്തിൽ കൂടിയാണ്. ശരീരമാണ് സംസാരത്തിൻ്റെ കാരണം. ജീവിതം തന്നെയാണ് ദുഃഖം എന്ന് പറഞ്ഞല്ലോ. ദുഃഖജന്മ പ്രവൃത്തി ദോഷ മിഥ്യാജ്ഞാന ഉത്തരോത്തരാവായ തദനന്തരാവായ അപവർഗ എന്ന സൂത്രം കൊണ്ട് ജീവിതമാണ് ദുഃഖം. ദുഃഖമില്ലാതിരിക്കാൻ ഒരു വഴിയുള്ളത് ജീവിതം ഇല്ലാതെയാക്കലാണ്, ജനിക്കാതിരിക്കലാണ് എന്ന് പറഞ്ഞു. ജനിക്കാതിരിക്കലാണ് എന്ന് പറയണമെങ്കിൽ മരിച്ചയാൾ പിന്നെയും പിന്നെയും ജനിക്കുമെന്ന ആശയം ഉണ്ടാകണം. അങ്ങനെ ഒരാശയം ഈ ശാസ്ത്രത്തിലുണ്ട്. ഇവിടെ ഈ പ്രമേയ പ്രകരണത്തിൽ പ്രത്യഭാവം എന്ന് ഒന്നിനെ കൽപ്പിക്കുന്നുണ്ട്. പ്രത്യഭാവം എന്ന് പറഞ്ഞാൽ പുനർജന്മമാണ്. പുനർജന്മമുണ്ട് എന്ന പക്ഷത്തിലാണ് ഈ ജന്മമില്ലാതെയാക്കണം എന്ന വാദം. പുനർജന്മം പ്രമാണം ഇല്ലാത്തതാണ്. ഒരാൾക്ക് ഒരു ജന്മമേ ഉള്ളൂ എന്നതാണ് വാസ്തവം. അപ്പൊ ജനിക്കാതിരിക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മരിച്ചാൽ മതി. മരിച്ചാൽ ജന്മം അവസാനിച്ചു. എല്ലാ കപട ശാസ്ത്രങ്ങളും പുനർജന്മം എന്ന ഒരു മിഥ്യയെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതേ ആളുകളൊക്കെ വിശ്വസിക്കുന്നും ഉണ്ട്. ശരീരം ഉണ്ടാകുന്നതാണ് ദുഃഖത്തിൻ്റെ കാരണമെങ്കിൽ ഈ ശരീരമില്ലാതെ ഇരിക്കുന്ന ആത്മാവ് അതിന് ദുഃഖകാരണമില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന ആത്മാവ് എന്തിനാണ് ശരീരം സ്വീകരിച്ചത്? അതിനെ ശരീരം സ്വീകരിക്കാതെ തന്നെ ഇരിക്കാമായിരുന്നല്ലോ. അതെന്തിന് ശരീരം സ്വീകരിച്ചു എന്ന് ചോദ്യം വരും. ഇവിടെ കപടശാസ്ത്രങ്ങളിൽ ശരീരവും ആത്മാവും വേറെ വേറെയാണ്. ജീവൻ എന്ന് പറയുന്ന സാധനം വേറെയാണ്. ശരീരത്തിലേക്ക് ജീവൻ വന്ന് കയറുന്നു ഗർഭത്തിൽ. ഈ ജീവൻ പ്രവേശിച്ച് ഈ ശരീരത്തിൽ ഇരിക്കുന്നു, മരിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ശരീരത്തിൽ വസിക്കുന്ന, ശരീരം അല്ലാത്ത ജീവനാണ് കപടശാസ്ത്രങ്ങളിലെ ജീവൻ. അപ്പൊ അതിനെ ആത്മാവ് എന്നും വിളിക്കാം. ജീവനാണല്ലോ ആത്മാവ്. അതുമല്ലാത്ത വേറൊരാത്മാവിനെ കൽപ്പിക്കാൻ കഴിയില്ല. അവിടെ ഈ ആത്മാവ് എന്തിനാണ് ഇങ്ങനെ ശരീരത്തിൽ പ്രവേശിച്ചത്? അവിടെ പ്രവേശിച്ച ദുഃഖം വരുന്നതിന് അറിഞ്ഞുകൂടെ? ഒരിക്കൽ പ്രവേശിച്ച ദുഃഖം അനുഭവിച്ചപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവണമല്ലോ. ശരീരത്തിൽ പ്രവേശിച്ചാൽ ദുഃഖമുണ്ടാകും, അതുകൊണ്ട് ശരീരത്തിൽ പ്രവേശിക്കരുത് എന്നതിന് വെളിവുണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്തത് കൊണ്ട് അത് പിന്നെയും പിന്നെയും ജനിക്കുന്നു.
അപ്പൊ എന്തിനാണ് ജനിക്കുന്നത്, എന്തുകൊണ്ടാണ് ജനിക്കുന്നത്, ജനിക്കാൻ എന്താണ് കാരണം, അതിനൊരു കാരണം പറയുന്നുണ്ട്. ആത്മാവ് അതിന് ദുഃഖിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ ദുഃഖകാരണമായ ശരീരത്തിൽ പ്രവേശിക്കുകയല്ല ചെയ്യുന്നത്. അത് ശരീരത്തിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിനിഷ്ടം കൊണ്ട് അല്ല. അതിന് കാരണം കർമ്മമാണ് എന്ന് പറയും. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് ജന്മം. ഒരു ജന്മത്തിലെ കർമ്മം അടുത്ത ജന്മത്തിൽ അനുഭവിക്കുന്നു. ആ ജന്മത്തിലും കർമ്മങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഫലം അനുഭവിക്കാൻ പിന്നെയും ജനിക്കുന്നു. ഇങ്ങനെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് പുനർജന്മം ഉണ്ടാകുന്നത്. കർമ്മം എത്ര കാലമുണ്ടോ അത്ര കാലം ജന്മവും ഉണ്ടാകും. ജന്മമില്ലാതെയാകണമെങ്കിൽ കർമ്മം ഇല്ലാതെയാവണം. വേദാന്തത്തിൽ പറയുന്നത് അവിദ്യ, കാമം, കർമ്മം, ജന്മം എന്ന ഒരു പരമ്പരയാണ്. അവിദ്യ, കാമം, കർമ്മം, ജന്മം. അവിദ്യ, അജ്ഞാനം, അതിൽ നിന്ന് കാമം ഉണ്ടാവുന്നു. കാമത്തിൽ നിന്ന് കർമ്മം ഉണ്ടാവുന്നു. കർമ്മത്തിൽ നിന്ന് ജന്മം ഉണ്ടാവുന്നു. ജന്മമില്ലാതെ ആവണമെങ്കിൽ കർമ്മമില്ലാതെ ആവണം. കർമ്മമില്ലാതെ ആവണമെങ്കിൽ കാമമില്ലാതെ ആവണം. കാമമില്ലാതെ ആവണമെങ്കിൽ അവിദ്യ ഇല്ലാതെയാകണം. ഇതാണ് അവിടെ പറയുന്ന പാരമ്പര്യം. ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഇങ്ങനെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ജന്മം ഉണ്ടാകുന്നത് എങ്കിൽ ഒന്നാമത്തെ ജന്മം എങ്ങനെ ഉണ്ടായി? ഒരിക്കലൊരു ശരീരത്തിൽ ജനിച്ചിട്ട് വേണമല്ലോ കർമ്മം ചെയ്യാൻ. ആദ്യമായിട്ടൊരു ശരീരത്തിൽ ജനിക്കുന്ന ജീവന് കർമ്മമില്ല. അതെങ്ങനെ ജനിച്ചു? ഒന്നാമത്തെ ജന്മത്തിന് എന്തായിരുന്നു കാരണം? അത് കർമ്മമാവാൻ പറ്റില്ല, അതിന് വേറെ കാരണം കാണിക്കണമല്ലോ. രണ്ടാമത് മുതലുള്ള ജന്മങ്ങൾക്ക് ഒന്നാമത് മുതലുള്ള ജന്മങ്ങളിലെ കർമ്മങ്ങൾ കാരണമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ ഒന്നാമത്തെ ജന്മത്തിന് എന്തായിരുന്നു കാരണം എന്നൊക്കെ ചോദിച്ചാൽ അടിച്ചിരുത്തും. അതാണ് എല്ലാവരുടെയും വഴി. ഇങ്ങനെ വലയ്ക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ കാലേ പറഞ്ഞു വെച്ചത്, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധാകഥിത സദ്ഭിര്യയാ വസ്തുപലഭ്യത. ശാസ്ത്രവും ഗുരുവാക്യവും സത്യമാണ് എന്ന വിശ്വാസം ഉണ്ടാകണം. ഇത് ആദ്യം തന്നെ അംഗീകരിക്കണം. ഒരു പ്രമാണ പരീക്ഷയും ചെയ്യാതെ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കുന്നത് വേദാന്തം പഠിക്കാനുള്ള യോഗ്യതയിൽപ്പെട്ടതാണ്, വേദാന്തത്തിനുള്ള അധികാരത്തിൽപ്പെട്ടതാണ്. അത് അംഗീകരിച്ചവർക്കേ പഠിക്കാൻ അധികാരമുള്ളൂ. അല്ലാത്തവർക്ക് അധികാരം തന്നെ ഇല്ല. ഇങ്ങനെ ആ ഭാഗം വളരെ എളുപ്പമാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കപടശാസ്ത്രങ്ങളും ഇങ്ങനെ അതതിനെ നിന്ന് പിഴയ്ക്കാനുള്ള ചില ഊടുവഴികൾ ഉണ്ടാക്കി വെച്ച് ജനങ്ങളെ കബളിപ്പിച്ച് വിദ്യാവ്യാജേന കഴിഞ്ഞുകൂടുന്നു. അവിദ്യ വിദ്യയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു. വിപരീതജ്ഞാനം സമ്യജ്ഞാനമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇതാണ് സമൂഹത്തിനുണ്ടായ ഏറ്റവും വലിയ ദുരന്തം. ഈ ശരീരമാണ് ഇന്ദ്രിയങ്ങൾക്ക് ആശ്രയമായത്, ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ആശ്രയമായത്, കർമ്മത്തിന് ആശ്രയമായത്, ഫലഭോഗത്തിനും ആശ്രയമായത്. ശരീരം അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ശരീരം ഉണ്ടാവല് ജന്മം കൊണ്ടാണ്. അപ്പൊ ശരീരമില്ലാതെ ആകണം.
ജന്മമില്ലാതെ ആകണം എന്നതൊരു വലിയ ആദർശം ആക്കി. അങ്ങനെ ജനിക്കാതെ ആവുക എന്ന ആദർശത്തിന്റെ സാഫല്യത്തിന് വേണ്ടിയാണ് ഈ കപടശാസ്ത്രങ്ങളുടെ ഉപാസകന്മാരെല്ലാം പ്രയത്നിച്ചു വരുന്നത്. ഈ ഭോഗസാധനങ്ങളായ ഇന്ദ്രിയങ്ങൾ 5 എന്നും അവ 5 ഭൂതങ്ങളിൽ നിന്നുണ്ടായി എന്നും പറയും. ഘ്രാണ രസന ചക്ഷുസ് ത്വക് ശ്രോത്രാണി ഇന്ദ്രിയാണി ഭൂതേഭ്യഃ. ഘ്രാണം, ഘ്രാണിക്കുക വെച്ചാൽ മണക്കുക. ഘ്രാണം മണക്കുന്ന ഇന്ദ്രിയം മൂക്ക്. രസന നാക്ക്. ചക്ഷുസ് കണ്ണ്. ത്വക്ക് തൊലിയിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്ന സ്പർശനേന്ദ്രിയം ത്വക്ക്. ശ്രോത്രം ചെവി. ഇതാണ് ഇന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങൾ ഭൂതേഭ്യഃ 5 ഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. ഇതിൽ ശ്രോത്രം ഉണ്ടായത്, ശ്രോത്രമല്ല ഘ്രാണം, മൂക്ക്. മൂക്കുണ്ടാകുന്നത് പൃഥ്വിയിൽ നിന്നാണ്. പൃഥ്വിയുടെ ഗുണമാണ് ഗന്ധം. ഗന്ധവതി പൃഥ്വി എന്ന തർക്കശാസ്ത്രത്തിൽ ഗന്ധവതി പൃഥ്വി. പൃഥ്വി എന്ന ഭൂതത്തിന്റെ വിശേഷ ലക്ഷണം ഗന്ധമാണ്. അതുകൊണ്ട് ഗന്ധം അറിയുന്ന മൂക്ക് എന്ന ഇന്ദ്രിയം പൃഥ്വിയിൽ നിന്നാണ് ഉണ്ടായത്. പൃഥ്വി കഴിഞ്ഞാൽ പിന്നെ അപ്പ വെള്ളം, അതിൽ നിന്നാണ് നാക്കുണ്ടാവുന്നത്. എൻ്റെ വിശേഷ ഗുണം രസമാണ്. അതുകൊണ്ട് രസന അതിൽ നിന്ന് ഉണ്ടായതാണ്. ചെവി ആകാശത്തിൽ നിന്ന്, ശബ്ദഗുണം ആകാശം. കണ്ണ് തേജസ്സിൽ നിന്ന്. തേജസ്സിലാണ് രൂപം ഉള്ളത്. ഈ ഭൂതങ്ങളിൽ വെച്ച് രൂപം ഉണ്ടാകുന്നത് തേജസ് ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് രൂപം അറിയുന്ന കണ്ണ് തേജസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് തീരുമാനിച്ചു. ഇങ്ങനെയാണ് ഓരോ ഭൂതത്തിൽ നിന്ന് ഓരോ ഇന്ദ്രിയം. ആ ഭൂതത്തിന്റെ ഗുണമാണ് ആ ഇന്ദ്രിയത്തിന്റെ വിഷയം. ഇങ്ങനെ ഇന്ദ്രിയാണി ഭൂതേഭ്യഃ. ഒന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിക്കുക. മൂക്ക് എന്ന ഇന്ദ്രിയം പൃഥ്വി എന്ന് പറഞ്ഞാൽ മണ്ണാണ്. മണ്ണിൽ നിന്ന് ഉണ്ടായി. എത്രമാത്രം ശാസ്ത്രീയമാണ്. ഓരോ ഭൂതത്തിൽ നിന്ന് ഓരോ ഇന്ദ്രിയം ഉണ്ടായി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും അശാസ്ത്രീയമായ ആശയമാണ്. ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടായത് ജീവപരിണാമം വഴിയാണ്, ഓർഗാനിക് എവല്യൂഷൻ വഴിയാണ്. ശരീരം ആരംഭിക്കുന്നത് ഒരണ്ടവും ബീജവും സംയോജിച്ച് ഉണ്ടാകുന്ന
സിക്താണ്ഡത്തിൽ നിന്നാണ് സൈഗോട്ട്. അണ്ഡം ജീവനാണ്, ബീജവും ജീവനാണ്. ജീവനായ അണ്ഡവും ജീവനായ ബീജവുമാണ് സംയോജിക്കുന്നത്. സ്വാഭാവികമായി ഈ സംയോജിച്ചുണ്ടാകുന്ന സിക്താണ്ഡവും ജീവൻ തന്നെയാണ്. ഒറ്റ സെല്ലാണ് സിക്താണ്ഡം എന്ന് പറയുമ്പോൾ 2 സെല്ലായിരുന്നു. അണ്ഡം 1 സെല്ല്, ബീജം വേറെ, 2 സംയോജിച്ച് 1 സെല്ലായി. അതാണ് സിക്താണ്ഡം, സൈഗോട്ട്. ഇതാണ് ശരീരത്തിന്റെ പ്രാരംഭസ്ഥാനം. ഇങ്ങനെയാണ് എല്ലാ ശരീരങ്ങളും ആരംഭിക്കുന്നത്. സിക്താണ്ഡമായിട്ടാണ് എല്ലാ ശരീരങ്ങളും ആരംഭിക്കുന്നത്. ഇങ്ങനെ സിക്താണ്ഡമായാൽ പിന്നെ എങ്ങനെയാണ് അത് സർവാവയവ സമ്പന്നമായ ശരീരമായിത്തീരുന്നത്? അതായിത്തീരുന്നത് ഈ സിക്താണ്ഡം വിഭജിച്ച് അനേകങ്ങളാകും. സെൽ ഡിവിഷൻ. വേറെ ഒരു വഴിക്കും ഈ ശരീരത്തിൽ ഒരു സെല്ലും ഉണ്ടാവുന്നില്ല. വെളിയിൽ നിന്ന് ഒന്നും വന്നു ചേരുന്നില്ല. ജീവനും വന്നു കയറുന്നില്ല, ഒരു ശരീരകവും വന്നു കയറുന്നില്ല. ഇതെല്ലാം വരുന്നു എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്, വിജ്ഞാനമല്ല. ജീവന്റെ ഉത്ക്രാന്തിയാണ് അവിടെ നടക്കുന്നത്. ഓരോ ജീവിയും ഉത്ക്രമിച്ച് അതതിൻ്റെ അവസ്ഥയിൽ എത്തിച്ചു. ആ അവസ്ഥയ്ക്ക് അനുരൂപമായിട്ടാണ് അതിൻ്റെ അണ്ഡവും ബീജവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവയിൽ നിന്ന് അതുപോലെ തന്നെയുള്ള വേറെ ജീവി ഉണ്ടാകുന്നു, സമാന ജാതിയിലുള്ള ജീവി ഉണ്ടാകും. ഇങ്ങനെ ജാതി നിലനിൽക്കുന്നു, ജന്തുവർഗങ്ങൾ നിലനിൽക്കുന്നു. വെളിയിൽ നിന്നെന്തെങ്കിലും വന്ന് കയറിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഒന്നും വെളിയിൽ നിന്ന് വരുന്നില്ല. ഈ ഒരു സെല്ലിൽ നിന്ന് വേണം എല്ലാം ഉണ്ടാവാൻ. സിക്താണ്ഡത്തിൽ നിന്ന് വേണം മുഴുവൻ ശരീരവും ഉണ്ടാകാൻ. ഈ ഉണ്ടായി വരുന്ന സെല്ലുകളെല്ലാം മൂലസിദ്ധാന്ത പ്രകാരം ബോധത്തിന്റെ പരിണത രൂപങ്ങളാണ്. ആദികാരണത്തിന്റെ, സത്തിന്റെ പരിണത രൂപങ്ങൾ തന്നെയാണ്. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സത്ത് പരിണമിച്ചുണ്ടായതാണ്. അല്ലാതെ ഒരു വിധത്തിലൊന്നും ഉണ്ടാവുന്നില്ല. ബോധമാണ് എല്ലാ രൂപങ്ങളുമായി തീരുന്നത്. ആ ബോധത്തിൽ ആ രൂപത്തിൽ അന്തര്യാമിയായിട്ട് പിന്നെയും ബോധമുണ്ട്. ഓരോ സെല്ലിലും അന്തര്യാമിയായിട്ട് ബോധമുണ്ട്. ആ സെല്ലിന്റെ ഓരോ മോളിക്യൂളിലും, ഓരോ ആറ്റത്തിലും, ആറ്റത്തിന്റെ ഓരോ പ്രോട്ടോണിലും, ന്യൂട്രോണിലും, ഇലക്ട്രോണിലും, ഈ ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഓരോ ക്വാർക്കിലും അന്തര്യാമിയായിട്ട് ബോധമുണ്ട്. അതാണ് സാർവഭൗമൻ, ലോകത്തിന്റെ ചക്രവർത്തി. ഈ ബോധമാണ്, അതിൻ്റെ മേലെ ഒന്നുമില്ല. അതെന്തായി തീർന്നുവോ അതേ ലോകത്തിലുള്ളൂ. അതെന്തെങ്കിലും ആയി തീരുന്നതിൻ്റെ സ്വന്തം സങ്കല്പം കൊണ്ടാണ്. ഇത് വേറെ ആരും അതിനെ ഒന്നും ആക്കണതല്ല, ആക്കാൻ വേറെ ആരുമില്ല. അതാണിതിനെ രണ്ടാമതൊന്നും ഇല്ലാത്ത ഒരേ ഒന്ന്, ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞു. ഏകമേവ അദ്വിതീയമായതുകൊണ്ട് അതിനെ പ്രേരിപ്പിക്കാനോ പരിണമിപ്പിക്കാനോ വേറെ ആരും ഇല്ല. അത് അതിൻ്റെ സങ്കല്പം കൊണ്ട് പരിണമിക്കുന്നു.
ഈ പരിണമിച്ച് എടുത്തുനിന്നും പരിണമിച്ച് അവിടെ നിന്നും പരിണമിച്ച് അവിടെ നിന്നും പരിണമിച്ച് പരിണാമ പരമ്പരയിൽ കൂടി നമ്മൾ കാണുന്ന എല്ലാം ആയിത്തീരുന്നു. ഇതാണ് ഈ ലോകത്തിന്റെ പരമാർത്ഥം. ഈ ശരീരം എന്ന് പറയുന്നത് ഇങ്ങനെ ഉത്ക്രമിച്ച് ഉണ്ടായി വരുന്ന ഒരു വസ്തുവാണ്. അത് വളരുന്നത് ഈ ശരീരകത്തിന്റെ വിഭജനം, സെൽ ഡിവിഷൻ വഴിയും ആണ്. അപ്പൊ ശരീരം ഇല്ലെങ്കിൽ കർമ്മമില്ല. ശരീരത്തിൽ നിന്നിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പൊ പ്രവൃത്തിക്ക് ആധാരം, ആശ്രയമായത് ശരീരമാണ് എന്നത് പ്രകടം. ഈ പ്രവൃത്തിയിൽ നിന്നാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് സുഖദുഃഖങ്ങൾക്ക് ആധാരമായതും ശരീരമാണ് എന്ന് പ്രകടം. ഇന്ദ്രിയങ്ങളെല്ലാം ഇരിക്കുന്ന ശരീരത്തിലാണ്. ശരീരം നല്ല നിലയിലാണെങ്കിൽ ഇന്ദ്രിയങ്ങളൊക്കെ നല്ല നിലയിലാണ്. ശരീരത്തിന്റെ നില മോശമായാൽ ഇന്ദ്രിയങ്ങളെ നല്ല മോശമാവും. ശരീരം നശിച്ചാൽ ഇന്ദ്രിയങ്ങളും നശിക്കും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ആശ്രയമായതും ശരീരമാണ് എന്നതും പ്രകടമാണ്. ശരീരത്തെക്കുറിച്ച് പറയുന്ന ഈ വക കാര്യങ്ങളെല്ലാം വളരെ ശാസ്ത്രീയമാണ്. അതിനെയെല്ലാം നമുക്ക് അതേപടി തന്നെ അംഗീകരിക്കാം. ഇനി ഈ ഭോഗസാധനങ്ങളായ ഇന്ദ്രിയങ്ങൾ 5 ഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി എന്താണ് ഈ ഭൂതങ്ങള്? 5 ഭൂതങ്ങള് എല്ലാ കപടശാസ്ത്രങ്ങളിലും പൊതുവായിട്ട് ഉള്ളതാണ് ഈ പഞ്ചഭൂതകൽപ്പന. പൃഥിവ്യാപസ്തേജോ വായു ആകാശമിതി ഭൂതാനി. പൃഥിവി, ആപഹ, തേജഃ, വായു, ആകാശഃ. 5 ഭൂതങ്ങള്. പൃഥിവി എന്ന് പറഞ്ഞാൽ ഭൂമി, അതിന് മണ്ണ് എന്നാണ് അർത്ഥം പറഞ്ഞു കാണുന്നത്. ഈ പഞ്ചഭൂതങ്ങളെ ജഗത്തിന്റെ എല്ലാ പദാർത്ഥങ്ങളുടെയും അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ ആയിട്ടാണ് കപടശാസ്ത്രങ്ങൾ പറയുന്നു. ഇവ കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളെ കൊണ്ട്. പാഞ്ചഭൗതികമാണ് എല്ലാം. ഇത് സയൻസിൽ പണ്ട് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഈ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന ആശയമാണ് ഇവിടെ ഈ പഞ്ചഭൂതങ്ങൾ എന്ന പദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമത് പറഞ്ഞു പൃഥിവി, അത് ഭൂമി. ഭൂമി എന്ന് പറയുന്നത് മണ്ണാണ് എന്നും പറഞ്ഞു. മണ്ണാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മണ്ണ് എന്താണെന്ന് അറിയാം. അറിഞ്ഞുകൂടായിരുന്നു. മണ്ണ് എന്ന് പറയുന്ന വസ്തുവിന്റെ സ്വരൂപം എന്താണെന്ന് പ്രാചീന കാലത്ത് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അറിഞ്ഞുകൂടാതിരുന്ന കാലത്താണ് അത് ഈ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടായത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് അടിസ്ഥാന നിർമ്മാണ ഘടകമല്ല, ഇത് സ്വയം ഒരു സംയുക്തം ആണ്, ഒരു കോമ്പൗണ്ട് ആണ്, എലിമെന്റ് അല്ല. എലിമെന്റിനെ ഭൂതം എന്ന് പറയാൻ പാടുള്ളൂ. ഇംഗ്ലീഷിൽ പഞ്ചഭൂതവാദത്തിന് പറയുന്ന 5 എലിമെന്റ് തിയറി എന്നാണ്. എലിമെന്റ് എന്നാണ് ഭൂതത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇത് എലിമെന്റ് ആണോ? അല്ല. മണ്ണ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഒരു സിലിക്കൺ അണു, 2 ഓക്സിജൻ അണു,
ഇത് കൂടി ഉണ്ടാകുന്ന സംയുക്തം സിലിക്കണിന്റെയും ഓക്സിജന്റെയും സംയുക്തമായ സിലിക്കൺ ഡയോക്സൈഡ് SiO2 എന്ന് അതിന്റെ ഫോർമുല. അപ്പൊ സ്വയം സംയുക്തമായിരിക്കുന്ന ഒരു വസ്തു ഇതിനെങ്ങനെയാണ് ഒരു അടിസ്ഥാന നിർമ്മാണ ഘടകമാവാൻ കഴിയാം? ഈ മണ്ണ് അടിസ്ഥാനമായിട്ട് സിലിക്കൺ ഡയോക്സൈഡ്, അതിൻ്റെ കൂടെ വേറെ പലതും കാണും. ഓരോരോ സ്ഥലത്തും വേറെ വേറെ പദാർത്ഥങ്ങൾ കലർപ്പായിട്ടുണ്ടാവും. കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ഒക്കെ ചില ലവണങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാകാം. അപ്പോൾ ലവണങ്ങളുടെ മിശ്രം ശുദ്ധമായ ഒരു ലവണമല്ല, ശുദ്ധമായ സിലിക്കൺ ഡയോക്സൈഡ് അല്ല. അത് പലതും കലർന്നിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മളെ ഈ ഭൂമിയിൽ കാണുന്ന മണ്ണ് എന്ന് പറയുന്ന. ഇനി വെള്ളം, ഇങ്ങനെ മൂലകമാണോ? അല്ല, വെള്ളവും സംയുക്തമാണ്. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സംയുക്തം. 2 ഹൈഡ്രജൻ അണുക്കളും ഓരോ ഓക്സിജൻ അണുവും ചേർന്നുണ്ടാകുന്ന H2O എന്ന സംയുക്തമാണ് വെള്ളം. അതും അടിസ്ഥാന നിർമ്മാണ ഘടകമാകാൻ യോഗ്യമല്ല. ഇനി അഗ്നി, തേജസ് എന്ന് പറയാറുണ്ട് ഇതിനെ. ഊഷ്മാവ് എന്നും പറയാറുണ്ട്. ടെമ്പറേച്ചറാണ് തേജസ് എന്ന് പറയാറ്. അതിനും അടിസ്ഥാന നിർമ്മാണ ഘടകമാകാൻ കഴിയില്ല. ഇതുപോലെ വായു, പല വാതകങ്ങളുടെ മിശ്രമാണ്. പ്രധാന ഘടകം നൈട്രജനാണ്. 80% അടുത്ത് ഉണ്ടാകും നൈട്രജൻ. പിന്നെ ഓക്സിജൻ ഏതാണ്ട് 20% ഓക്സിജൻ. പിന്നെ വളരെ ചെറിയ അളവിൽ ആർഗോൺ, ഹീലിയം ഇങ്ങനെയുള്ള ചില വാതകങ്ങൾ ഉണ്ട്. ഇങ്ങനെയുള്ള വാതകങ്ങളുടെ മിശ്രമാണ് അന്തരീക്ഷത്തിലെ വായു. ഇതിനും അടിസ്ഥാന നിർമ്മാണ ഘടകമാകാൻ കഴിയില്ല. ഇനി ആകാശ, സ്പേസിനും നിർമ്മാണ ഘടകമാകാൻ കഴിയില്ല. എന്തെല്ലാം നിർമ്മിക്കുന്നു അതൊക്കെ സ്പേസിലാണ് ഇരിക്കുന്നത്. തർക്കശാസ്ത്രത്തിൽ ഈ സ്പേസിന്റെ ധർമ്മം പറയുന്നത് അവകാശദാനം എന്നാണ്. അവകാശദാനം, സ്പേസ് ഡൊണേഷൻ. അവകാശത്തെ, സ്ഥലത്തെ ദാനം ചെയ്യുക, ഇരിക്കാൻ ഇടം കൊടുക്കുക. എല്ലാ പദാർത്ഥങ്ങൾക്കും ഇരിക്കാൻ ഇടം കൊടുക്കുക എന്നതാണ് ആകാശത്തിന്റെ, സ്പേസിന്റെ ധർമ്മം. അത് വളരെ ശാസ്ത്രീയമാണ്. ഇടം കൊടുക്കുക. ഇടം കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഇടം ആയിരിക്കുന്ന വസ്തുവിന്റെ ഘടകമല്ല. ഈ വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഈ ഇടത്തിന് ഒരു പങ്കുമില്ല. അപ്പോൾ സ്പേസും അടിസ്ഥാന നിർമ്മാണ ഘടകമല്ല. അതുകൊണ്ട് പഞ്ചഭൂതങ്ങൾ എന്ന സങ്കല്പം മഹാബദ്ധമാണ്. പഞ്ചഭൂത സിദ്ധാന്തം ശുദ്ധ കപട ശാസ്ത്രം. പഞ്ചഭൗതികമാണ് എല്ലാ പദാർത്ഥങ്ങളും എന്ന ആശയത്തിന് ഒരടിസ്ഥാനവും ഇല്ല. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ എന്ന ആശയം. ഇനി അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു. ഗന്ധ, രസ, രൂപ, സ്പർശ, ശബ്ദ, പൃഥിവ്യാദി ഗുണ തദർത്ഥ.
ഗന്ധം, മണം. ഇത് പൃഥിവിയുടെ ഗുണം. പിന്നെ രസം, ഇത് വെള്ളത്തിന്റെ ഗുണം. രൂപം, അഗ്നിയുടെ തേജസ്സിന്റെ ഗുണം. സ്പർശം, വായുവിന്റെ ഗുണം. ശബ്ദം, ആകാശത്തിന്റെ ഗുണം. ഇങ്ങനെ ഓരോ ഭൂതത്തിന് ഓരോ ഗുണം. ഈ ഗുണങ്ങൾ അതർത്ഥ. ശബ്ദം കൊണ്ട് പൂർവസൂത്രത്തിൽ പറഞ്ഞ ഇന്ദ്രിയങ്ങളെ പരാമർശിക്കുന്നു. അതിൻ്റെ അർത്ഥങ്ങൾ, അർത്ഥം എന്ന് പറഞ്ഞാൽ വിഷയം. ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ, പൂർവസൂത്രത്തിൽ പറഞ്ഞ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ഈ പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങൾ. ഓരോ ഇന്ദ്രിയം ഏത് ഭൂതത്തിൽ നിന്നുണ്ടായോ ആ ഭൂതത്തിൻ്റെ ഗുണം അതിൻ്റെ വിഷയം, വേറൊന്നും അതിന് വിഷയമല്ല. ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും. ഇനി ബുദ്ധി എന്ന് പറയുന്ന പ്രമേയം. ബുദ്ധിരുപലബ്ധിർ ജ്ഞാനം അനർത്ഥാന്തരം. ബുദ്ധി ഉപലബ്ധി ജ്ഞാനം ഇതി അനർത്ഥാന്തരം. അർത്ഥാന്തരം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം, വേറെ വിഷയം എന്നർത്ഥം. അനർത്ഥാന്തരം എന്ന അർത്ഥാന്തരം, അർത്ഥാന്തരം അല്ലാത്തത്, വേറെ വിഷയം അല്ലാത്തത് എന്നർത്ഥം. ബുദ്ധി, ഉപലബ്ധി, ജ്ഞാനം ഇവ വെവ്വേറെ വിഷയങ്ങളല്ല. ഇതെല്ലാം ഒരു വിഷയത്തിൻ്റെ തന്നെ പേരുകളാണ് എന്നർത്ഥം. ബുദ്ധി, ഉപലബ്ധി, ജ്ഞാനം. അപ്പൊ ബുദ്ധി എന്ന് പറയുന്നത് ഇവിടെ ജ്ഞാനം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. ജ്ഞാനത്തെ സമ്പാദിക്കുന്ന അന്ധകരണം എന്ന അർത്ഥത്തിലല്ല ഇവിടെ പ്രയോഗം. ബുദ്ധിയെ ജ്ഞാനമായിട്ട് പറയുന്നു. അപ്പൊ ബുദ്ധി, അതേ ഇത് ബുദ്ധി, അറിയപ്പെടുന്നു എന്നത് ബുദ്ധി എന്ന് വ്യുത്പത്തി പറയാം. എന്തുകൊണ്ട് അറിയപ്പെടുന്നുവോ അത് ബുദ്ധി എന്നല്ല. ബുദ്ധ്യത അനേന ഇത് ബുദ്ധി എന്ന് വ്യുത്പത്തി പറഞ്ഞാൽ ബോധിക്കുന്നത് ആരോ അത് ബുദ്ധി, അറിയുന്നത് ആരോ ബുദ്ധി, ജ്ഞാതാവാണ് ബുദ്ധി എന്ന് പറയും. ഇവിടെ ബുദ്ധി ജ്ഞാനമാണെന്ന് പറയുമ്പോ അറിയപ്പെടുന്നത് ബുദ്ധ്യതേ ഇത് ബുദ്ധി, അറിയപ്പെടുന്നത് ബുദ്ധി. അത് ജ്ഞാനത്തിന്റെ പര്യായമാണ്. അപ്പൊ ബുദ്ധി എന്ന് ജ്ഞാനത്തെയാണ് പറഞ്ഞത്. ഉപലബ്ധി എന്നും അതിന്റെ പര്യായമാണ്. ബുദ്ധി, ഉപലബ്ധി, ജ്ഞാനം ഇത് മൂന്നും അറിവിന്റെ പേരുകൾ ആണ് എന്ന് താല്പര്യം. സമയം ആയി, ഇവിടെ നിർത്താം.